ബിഗ് ബോസ് ഡേ 9 എപ്പിസോഡ് 10 ആണെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയാൻ ആയിരിക്കും. അപ്പം എല്ലാ ദിവസത്തെ ബിഗ് ബോസ് സ്റ്റാർട്ടിങ് പോലെ ബിഗ് ബോസിന് തന്നെ ഒരു ഇതുണ്ട്. ഇപ്പം ഈ അനീഷിനെ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന പോലെ ബിഗ് ബോസിന്റെ ഐശ്വര്യം അനീഷാണെന്ന രീതിക്കാണ്. അയാളെ കാണിക്കാതെ ബിഗ് ബോസ് തുടങ്ങത്തില്ല. തുടക്കം തന്നെ അനീഷിന്റെ ഷോട്ടായിരിക്കും. അനീഷ് ഇപ്പം കിച്ചൺ ടീം ക്യാപ്റ്റനാണ്. അപ്പം കിച്ചൺ ടീമിലാണുള്ളത്. അപ്പം സ്വാഭാവികമായിട്ട് കിച്ചൺ ടീമിലോട്ടായിരിക്കും ക്യാമറ എല്ലാം ഫോക്കസ് ആയിട്ടിരിക്കുന്നത്. ഇതിനു മുന്നേ കിച്ചൺ ടീം ഉണ്ടായത് പോലും അറിയത്തില്ല. അങ്ങനെ അവിടുത്തെ സീനൊന്നും വല്ലട്ട് വരാറുമില്ല പുറത്ത്. ഇപ്പൊ ഫുൾ കിച്ചൺ ടീം അവിടെ ഫുൾ കോണ്ടന്റ്സ് ആണ്, അടിയും ബഹളവും ഒക്കെ അവിടെ. അതുകൊണ്ട് ഫുൾ ക്യാമറ ഫോക്കസ് കിച്ചൺ ടീമിൽ ഇട്ടുണ്ട്. അപ്പൊ കിച്ചൺ ടീമിൽ അനീഷ്യൻ ടീമുള്ളതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അറിയാം അവിടെ പോയി ചൊറിഞ്ഞാലേ കാര്യം നടക്കത്തുള്ളൂ, എന്തെങ്കിലും കോണ്ടന്റ്സ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ വന്ന് അങ്ങോട്ടൊന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ കാണിച്ചേക്കുന്നത് ജിസേൽ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ജിസേലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം അത് അവിടെ ഇങ്ങനെ ഒരു ബോസ് ടൈപ്പ് കാര്യങ്ങൾ പറയുന്നത് അനീഷിന് ഇഷ്ടപ്പെട്ടില്ല. അനീഷ് പറഞ്ഞ് ഇങ്ങനെ ബോസ് ടൈപ്പായിട്ട് എൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നോർമലായിട്ട് പറഞ്ഞാൽ മതി, അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേര് ചുമ്മാ ആവശ്യമില്ലാത്ത ഒരു പ്രശ്നമുണ്ടായി, വഴക്കുണ്ടായി, ചെറിയ വഴക്ക്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് ചുമ്മാ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയില്ല എന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ടാസ്ക് കൊടുത്തിട്ട്, അതായത് ഒരു ഫ്രിഡ്ജ്, ഓരോ ആൾക്കാരെ പേര് തെറ്റുള്ള ഫ്രിഡ്ജുകളുണ്ട്. ഓരോ ആൾക്കാരെ അല്ല, അതായത് മിഡ് എവിക്ഷനിൽ ഉണ്ടായിട്ടുള്ള 6 പേരുണ്ട്. അപ്പോൾ 6 പേർക്കുള്ള ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് മിഡ് എവിക്ഷനിൽ ഉള്ള ആൾക്കാർക്ക് രണ്ടാമത്തെ ഗെയിമാണെന്ന്. മിഡ് എവിക്ഷനിൽ വന്നിട്ടുള്ളവർക്ക് 2 പേരെ തിരഞ്ഞെടുക്കാം. അവർക്ക് വേണ്ടി, ഈ മിഡ് എവിക്ഷനിലായവർക്ക് വേണ്ടി കളിക്കുന്ന ആ 2 വ്യക്തികളായിരിക്കും കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനീഷ് തിരഞ്ഞെടുത്തത് ശരത്തിനെയും അനുവിനെയാണ്. അപ്പോൾ അവർ കളിക്കാൻ വേണ്ടി കയറി. അതായത് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജിനകത്ത് ഇവരെ പേരുള്ള ഫ്രിഡ്ജിനകത്ത് കുറെ സാധനങ്ങൾ ഇട്ടേക്കും, കുറെ ചപ്പുചവർ സാധനങ്ങളൊക്കെ, കളിപ്പാട്ടവും പിന്നെ ഡമ്മിയാ മറ്റേ കരടിയുടെ ഇത് എന്തുവായിരുന്നു പറയുന്നത്, ഡോള്, പിന്നെ കിച്ചൺ ഐറ്റംസ്, ഗ്രോസറി ഐറ്റംസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, അങ്ങനെ ചപ്പുചവർ എല്ലാ സാധനങ്ങളും മിക്സഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങൾ ഈ ഇത്ര സമയത്തിനുള്ളിൽ ആ ഫ്രിഡ്ജ് നിറയ്ക്കുന്നവരാണോ കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നവരോ അവർക്കായിരിക്കും പോയിന്റ്സ് എന്ന് പറയും, ഈ ഗെയിമിൽ ജയിക്കുന്ന പറഞ്ഞു. അങ്ങനെ ഗെയിം തുടങ്ങി. എല്ലാവരും കൈക്കിട്ടുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വാരിക്കൊണ്ട് ഫ്രിഡ്ജിൽ കുത്തി കയറ്റി. അങ്ങനെ ബിഗ് ബോസ് അപ്പോഴേക്കും ഒരു ട്വിസ്റ്റ് അടിച്ച് ടേൺ ചെയ്ത് വിട്ട്. ബിഗ് ബോസ് പറഞ്ഞ് ഫ്രിഡ്ജിൽ സാധാരണ വെക്കുന്നത് ഈ കളിപ്പാട്ടവും ഇതൊന്നും ബൊമ്മയൊന്നും അല്ല, അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ മാത്രമേ കൂട്ടത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അതൊരു പെട്ടത് എല്ലാവരും. അങ്ങനെ ഫ്രിഡ്ജ് കഴിക്കുന്ന സാധനം മാത്രം എടുത്ത് നോക്കാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഷാനവാസിനും അക്ബറിനുമായിരുന്നു. ഇവർ രണ്ടുപേരും കളിച്ചത് ഒനിലിന് വേണ്ടിയായിരുന്നു. അപ്പം അവരാണ് ആ ടാസ്കിൽ ജയിച്ചത്. അനീഷിന്റെ ടീം അത്യാവശ്യം സ്കോർ ഉണ്ടായിരുന്നു, ഏറ്റവും ലോ ഒന്നും അല്ലായിരുന്നു, ഏറ്റവും ലോട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് വിചാരിച്ച് എന്നാൽ പിന്നെ ഒരു അടിയൂർ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് വെച്ച് നിങ്ങൾ അതായത് ഈ മിഡ് എവിക്ഷനിലുള്ള ആൾക്കാർക്ക് സംതൃപ്തയാണോ താങ്കൾ നിയമിപ്പിച്ച ആൾക്കാരുടെ പെർഫോമൻസിൽ എന്ന് വെച്ചപ്പം അനീഷ് പറഞ്ഞ് ഞാൻ അത്ര സംതൃപ്തനല്ല ശരത്തിൻ്റെ അനുവിൻ്റെ കാര്യത്തിൽ. കാര്യം അവർക്ക് ആദ്യത്തെ ടാസ്കിൽ അവർ നല്ല രീതിക്ക് ചെയ്തില്ല എന്ന കാര്യം പറഞ്ഞ്, സത്യത്തിൽ ഇത്തവണത്തെ ടാസ്കിനകത്ത് അനുവും ശരത്തും നല്ല രീതിക്കാണ് 100% കൊടുത്ത് നല്ല ഹാർഡ് വർക്കായിട്ട് ചെയ്തതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് വേണമെങ്കിൽ ഇയാളെ ശത്രുക്കളാണ്, 3 പേര് അങ്ങോട്ട് ശത്രുക്കളാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇയാളെ തോപ്പിക്കാൻ വേണ്ടി ചെയ്യണം. പക്ഷേ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ആയിട്ടാണ് കണ്ടത്. പക്ഷേ എന്ന് വെച്ച് അനീഷ് പറഞ്ഞതിനെ തെറ്റു പറയാനും പറ്റത്തില്ല. അനീഷിന്റെ പെർസ്പെക്റ്റീവിൽ അയാൾ പറഞ്ഞത് അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം. അതായത് ഞാനിവിടെ നിൽക്കുന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമാണ് എന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഇപ്പം അയാളെ കാണിക്കാത്ര ആത്മാർത്ഥത അയാളെ നിർമ്മിച്ച 2 പേര് കാണിക്കണമെന്നില്ലല്ലോ. ഒന്നാമത് അവർ ശത്രുക്കളും കൂടെ അനീഷിന്റെ. അപ്പം അയാൾ പറഞ്ഞ് എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്, അപ്പം നിങ്ങൾ ആത്മാർത്ഥയോടെ ചെയ്യുന്നുള്ളൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് ഇവർ 2 പേരെയും കുറ്റം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ അപ്പം ബിഗ് ബോസ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി ഷഫിൾ ചെയ്ത് ആൾക്കാരെ മാറ്റണമെന്ന് വെച്ചിട്ട് പുതിയ ടീമുകളൊക്കെ ഇങ്ങോട്ടൊക്കെ സെലക്ട് ചെയ്ത്. പിന്നെ അതിനുശേഷം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ബിഗ് ബോസ് എപ്പിസോഡിൽ ഇല്ലാത്ത സാധനമായിരുന്നു, ലൈവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് പ്രേക്ഷകർ, പുറത്തുള്ള ആൾക്കാർ ഇവിടെയുള്ള ആൾക്കാരെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തൊരു ടാസ്ക് ബിഗ് ബോസ് പറഞ്ഞത്. അതായത് ഒരാൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ബെസ്റ്റ് ഗെയിമറായിട്ട് തോന്നുന്നത്, അതായത് പ്രേക്ഷകർക്ക് ബെസ്റ്റ് ഗെയിമറായിട്ട് തോന്നുന്ന ആൾ ആരാണെന്നും, പ്രേക്ഷകർക്ക് സേഫ് ഗെയിം കളിക്കുന്ന ആരാണെന്നും, പ്രേക്ഷകർക്ക് ഏറ്റവും ഇറിറ്റേഷൻ ആയിട്ടുള്ള പേഴ്സൺ ആരാണെന്നുള്ളത് പറയണം. ഓരോ ആൾക്കാരും പറയണം. ഈ 3 കാര്യങ്ങളും ഓരോരുത്തരും വെച്ച് 19 പേരും പറയണം.
അതായത് പുറത്ത് പ്രേക്ഷകരെ ചിന്ത എങ്ങനെയാണോ അത് ഇവർ പറയണമെന്നാണ് ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 19 പേരും 18 പേര് 18 പേരും പറഞ്ഞത് ഒറ്റ ആളെ പേരായിരുന്നു പറഞ്ഞ ഇറിറ്റേഷൻ്റെ ബേസിൽ ഫുൾ അനീഷിനെയാണ് പറഞ്ഞത്. പിന്നെ ബെസ്റ്റ് ഗെയിമർ അങ്ങനെ പല പല ആൾക്കാരെ പറഞ്ഞു. എന്നാലും കൂടുതൽ കിട്ടിയത് എനിക്ക് തോന്നുന്നത് ഷാനവാസിനാണ് കൂടുതൽ ആൾക്കാരും ബെസ്റ്റ് ഗെയിമർ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സേഫ് ഗെയിം കൂടുതലും അനുവും പിന്നെ അങ്ങനെ അങ്ങനെ ആരാണ്ടൊക്കെ കുറച്ച് പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് പക്ഷേ എപ്പിസോഡിലില്ല ഈ സാധനങ്ങളൊന്നും. ഇതായിരുന്നു ആ രണ്ടാമത്തെ ടാസ്കാരുണ്ടായിരുന്നത്. പിന്നീട് എന്തുമായിരുന്നു, പിന്നീട് ജീവിത കഥ പറച്ചിലായിരുന്നു കുട്ടിക്കാലത്തെക്കുറിച്ച്. അത് സാരികയല്ലേ സരികയാന്ന് തോന്നുന്നു. അതെ അവർ തന്നെയായിരുന്നു. അവരെ സ്റ്റോറി വൻ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. 2 കുട്ടികൾ കഥ പറഞ്ഞത്. അവസാനം പക്ഷേ മൂന്നാമത്തെ കുട്ടി ജനിച്ച കാര്യം വിഘ്നേഷ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു പേര്, മൂന്നാമത്തെ കുഞ്ഞ്. അതൊക്കെ ഒരു ഫീൽ ഗുഡ് ആയിട്ട് തോന്നി അവസാനം പറഞ്ഞത്. 3 പേരെ സ്റ്റോറിയും പറഞ്ഞത് അഭിലാഷ്, സാരിക, പിന്നെ നവീൻ, ഇവർ 3 പേരാണ് പറഞ്ഞത്. അപ്പോൾ 3 പേരെ സ്റ്റോറിയും വിഷമം ഉണ്ടാക്കുന്ന സ്റ്റോറികളായിരുന്നു പറഞ്ഞത്. പിന്നെ അതിനുശേഷം അങ്ങനെ വലുതായിട്ട് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെ നവീൻ്റെ കുറച്ച് മോഷണങ്ങളായിരുന്നു. നവീന് പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കി എടുക്കുന്നതൊക്കെ ആയിരുന്നു. ഇന്ന് വലിയ രീതിക്ക് കുഴപ്പമില്ലാതെ പോയിരുന്നു. സത്യത്തിൽ ഇതൊരു എപ്പോഴും ഈ അനീഷിനെ ബേസ് ചെയ്ത് മാത്രം പോകണത് ഒരു രസം ഉണ്ടാവുന്നില്ല. വേറെ ആരെങ്കിലുമൊക്കെ ഇച്ചിരി ഒന്നെങ്കിൽ കുറച്ച് ആൾക്കാരെ പറഞ്ഞു കൊണ്ടാണ്. ഈ ജിസയിലൊക്കെ മേക്കപ്പും അതും ഇതൊക്കെ ആയിട്ട് അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുണ്ട്. അപ്പം 3ാമത്തെ തവണയാണ് ഇപ്പം ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ഇഷ്യൂ. ഒന്നെങ്കിൽ അവരെ പറഞ്ഞു വിട്ടിട്ട് അല്ലെങ്കിൽ വേറെ ഇപ്പം എന്തായാലും ഇപ്പോൾ ഒരു എവിക്ഷനിൽ കുറച്ച് പേര് പോവും. അപ്പോഴേക്കും പുതിയ നല്ല ആൾക്കാർ വരട്ടെ എന്ന് വിചാരിക്കുന്നു. കളി ഇൻട്രസ്റ്റിംഗ് ആവട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.